ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 26 ജീവനുകൾ പൊലിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതൊന്നും മറക്കാറുമായിട്ടില്ല ഇന്ത്യക്ക്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും പക്ഷേ ഇന്ത്യ കടുപ്പിച്ചാൽ ചോരപ്പുഴയൊഴുകുമെന്നും ആദ്യം വീമ്പടിച്ച പാകിസ്ഥാൻ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ കഷ്ടപ്പെടുന്ന പാക് പൗരന്മാരെ ഓർത്തല്ല, യുദ്ധം വന്നാൽ ജീവിതം താറുമാറാകുന്ന ആ നാട്ടിലെ സാധാരണക്കാരെ ഓർത്തല്ല, തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നതിനാൽ ഭീകരൻ ഹാഫിസ് സയ്യിദിനെ അടക്കം ഏത് മാളത്തിൽ ഒളിപ്പിക്കണമെന്ന ആശങ്കയാണ് അയൽ രാജ്യത്തിനുള്ളത്. അവരുടെ സുരക്ഷയാണ് പാക് കമാൻഡോകളുടെ ചുമതലയിലുള്ളത്. സ്വന്തം ജനതയെ ഇന്ത്യക്കെതിരെ സമരമുദ്രാവാക്യം വിളിപ്പിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇരവാദം വിളമ്പുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ താക്കോൽ തന്നെ ISIക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണവുമില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് പറയാൻ ധൈര്യമുള്ള ഇന്ത്യയെ പേടിച്ച് എവിടെയെല്ലാം ഒളിപ്പിക്കും, എത്ര കാലം ഒളിപ്പിക്കും പാക് അവരുടെ സ്വന്തം ഭീകരരെ? ഈ ഭീരുക്കളോട് ഇന്ത്യൻ സൈന്യം എന്തിന് കാണിക്കണം ദയ?